ഹരി ഓം. അടുത്ത തിരുനാമമാണ് നിഷ്കാമ. നിഷ്കാമ എന്ന് പറഞ്ഞാൽ കാമമില്ലാത്തവൾ. നമുക്ക് വളരെ സ്പഷ്ടമാണ് അതിൻ്റെ അർത്ഥം. ദേവിക്ക് എന്ത് കാമം? നമുക്ക് ആഗ്രഹങ്ങളുള്ളത് കൊണ്ടാണ് നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുന്നത്. എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയാണ്. നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് ഭക്ഷണം കിട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും എന്തെങ്കിലും ഒന്ന് നേടാൻ വേണ്ടിയാണ്. അപ്പോൾ കാമമെന്ന് പറഞ്ഞാൽ ആഗ്രഹങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലെല്ലാം 99% കൂടുതലും എന്തെങ്കിലുമൊക്കെ ആഗ്രഹങ്ങളോടെയാണ് ചെയ്യുന്നത്. വ്യക്തമോ അവ്യക്തമോ ആയ ആഗ്രഹങ്ങളുണ്ട് എല്ലാറ്റിൻ്റെയും പിന്നിൽ. അപ്പോൾ ദേവിയെ സംബന്ധിച്ചിടത്തോളം ഈ ആഗ്രഹങ്ങളില്ല. അതുകൊണ്ട് ദേവി നിഷ്കാമയാണ്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? ദേവി നിഷ്കാമ തന്നെയാണ് ആണല്ലോ. അതല്ല, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മുടെ ഈശ്വര സ്വരൂപമാണിത്. സനാതനധർമ്മത്തിൻ്റെ ഈശ്വര സ്വരൂപമാണ് ഈ വർണ്ണിക്കുന്നത്. നിങ്ങൾ ഈശ്വരനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഈശ്വരൻ ഒരിക്കലും ശരീരമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വരില്ല. അപ്പോൾ ശരീരമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വരുന്നത് ആരാണ്? ഗുരുക്കന്മാരാണ്. ശ്രീകൃഷ്ണൻ ഗുരുവാണ്. മാതാ അമൃതാനന്ദമയി അമ്മ ഗുരുവാണ്. സത്യസായി ബാബ ഗുരുവാണ്. രമണ മഹർഷി ഗുരുവാണ്. ചട്ടമ്പിസ്വാമികൾ ഗുരുവാണ്. അയ്യാസ്വാമികൾ ഗുരുവാണ്. നാരായണ ഗുരുദേവൻ ഗുരുവാണ്. ഇതെല്ലാം ഗുരുക്കന്മാരാണ്. ശ്രീകൃഷ്ണൻ ഗുരുവാണ്. ബലരാമൻ ഗുരുവാണ്. ശ്രീരാമൻ ഗുരുവാണ്. ദക്ഷിണാമൂർത്തി ഗുരുവാണ്. കാലഭൈരവൻ ഗുരുവാണ്. ഹനുമാൻ സ്വാമി ഗുരുവാണ്. അപ്പോൾ ഈ ഗുരുക്കന്മാരാണ് ശരീരമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വന്ന് നമ്മളെ സഹായിച്ച് അനുഗ്രഹിച്ച് മറഞ്ഞു പോകുന്നതും മറഞ്ഞു പോയതിന് ശേഷം നമ്മൾ ഓർത്താൽ എന്തെങ്കിലും പ്രാർത്ഥിച്ചാൽ അത് സാധിപ്പിച്ചു തരുന്നതും അതെല്ലാം ഗുരുക്കന്മാരാണ്. പരബ്രഹ്മത്തെ സംബന്ധിച്ചിടത്തോളം ശരീരമെടുക്കില്ല. എപ്പോഴും അത് ഓർമ്മ വേണം. പരബ്രഹ്മം ശരീരമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വരികയോ നമ്മളെ വിട്ടുപോവുകയോ ഒരിക്കലും ചെയ്യില്ല. അതെല്ലാം ഗുരുക്കന്മാരാണ്. അപ്പോൾ അതുകൊണ്ടാണ് നിരാകാര, ശരീരമെടുക്കാത്തവളെന്നതിനൊരർത്ഥമുണ്ട്. അപ്പോൾ ദേവിക്ക് നിഷ്കാമ, കാമമില്ല, ഒരാഗ്രഹവും ഒന്നിനെ സംബന്ധിച്ചുമില്ല. ഈശ്വരൻ്റെ സ്വരൂപമാണത്, നിഷ്കാമ. അടുത്ത തിരുനാമം നിരുപപ്ലവ. ഉപപ്ലവം ഇല്ലാത്തവൾ. ഉപപ്ലവം എന്ന് പറഞ്ഞാൽ പ്രകൃതി പീഡകൾ. വെള്ളപ്പൊക്കം ഒരു ഉപപ്ലവമാണ്. കടുത്ത ചൂട് ഉപപ്ലവമാണ്. കടുത്ത തണുപ്പ് ഉപപ്ലവമാണ്. അപ്പോൾ നിങ്ങൾ റോഡേ കൂടെ സഞ്ചരിക്കുമ്പോൾ റോഡ് മുഴുവൻ കുണ്ടും കുഴിയുമായിട്ട് കിടക്കുന്നു. അതൊരു ഉപപ്ലവമാണ്. റോഡ് വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു, ഒരു ഉപപ്ലവമാണ്. പ്രകൃതി പീഡകൾക്ക്, പ്രകൃതിയിൽ നിന്നുണ്ടാകുന്ന ക്ലേശങ്ങൾക്ക് പറയുന്ന പേരാണ് ഉപപ്ലവം. അപ്പോൾ ദേവിയെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും, ദേവി ഇതിനൊക്കെ അപ്പുറമാണ്. ഇതൊന്നും ഭഗവാനെ ബാധിക്കില്ല. ദേവിയെ, പരബ്രഹ്മത്തെ ഇത് ബാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ദേവിയെ എന്ത് വിളിക്കും? നിരുപപ്ലവ എന്ന് വിളിക്കുന്നു. നിഷ്കാമ, നിരുപപ്ലവ. അപ്പോൾ അടുത്ത തിരുനാമമാണ് നിത്യമുക്ത. നിത്യമുക്ത, നിത്യം എന്നേക്കും, എന്നും. മുക്ത, മുക്തയായിരിപ്പവൾ. എന്തിൽ നിന്ന്? മുക്തമെന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയ, ഒന്നുമായിട്ടും ഒരു ബന്ധനവുമില്ലാത്ത. അപ്പം നിത്യമുക്ത, എന്നും മുക്തയാണ്. അങ്ങനെ എന്തിനാ പറയേണ്ടത്? എന്നും ദേവി മുക്തയാണെന്ന് പറയുന്നത് ആണല്ലോ. അത് എടുത്തു പറയേണ്ട കാര്യമുണ്ട്. എടുത്തു പറയേണ്ട കാര്യമുണ്ട്. കാരണം നമ്മൾ ആത്മാക്കളാണ്. നമ്മൾ നിത്യമുക്തരല്ല. നമ്മളിപ്പോഴും നമ്മുടെ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യങ്ങളിൽ കിടക്കുക. ആ കർമ്മങ്ങൾ ചെയ്യുന്നു, ആഗ്രഹിക്കുന്നു, ആഗ്രഹിക്കുന്നതിൻ്റെയൊക്കെ ഫലം വരുന്നു, ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം വരുന്നു. നമ്മളങ്ങനെ ബന്ധനത്തിൽ കിടക്കുക. വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും മരിക്കുന്നു, ഇങ്ങനെ കിടക്കുക. നേരെ മറിച്ച് ദേവിയെ സംബന്ധിച്ചിടത്തോളം ദേവി ഒരിക്കലും ശരീരമെടുത്ത് നമ്മുടെ ഇടയിലേക്ക് വരില്ല. ശരീരമെടുക്കില്ല. അതുകൊണ്ട് ശരീരമെടുക്കേണ്ട ആവശ്യവുമില്ല. അതുകൊണ്ട് ദേവി നിത്യമുക്തയാണ്. ഒരിക്കലും ശരീരമെടുത്ത് പ്രപഞ്ചത്തിലേക്ക് വരില്ല. അതിൻ്റെ ആവശ്യമില്ല. ശരീരമെടുക്കാതെ തന്നെ ദേവിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാമല്ലോ. അപ്പോൾ പിന്നെ ശരീരമെടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ദേവി നിത്യമുക്തയാണ്. നിത്യമുക്ത, നിർവികാര. നിർവികാരം. വികാരമെന്ന് പറഞ്ഞാൽ പരിവർത്തനം, ചേഞ്ച്. നമ്മൾ പ്രകൃതിയിൽ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളിലും എപ്പോഴും ചലനമുണ്ട്. ചലനം നടന്നുകൊണ്ടിരിക്കുക. പാല് കറന്ന് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പാലിനകത്ത് വലിയ ചലനങ്ങൾ, വലിയ വർക്ക് നടന്നുകൊണ്ടിരിക്കുക.
കുറേ സമയം കഴിയുമ്പോൾ അതങ്ങ് തൈരാകും, അതങ്ങ് പുളിക്കും. അപ്പോൾ ഈ പുളിക്കുന്ന ആ പ്രക്രിയയുണ്ടല്ലോ, അത് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുക. നമ്മളെടുത്ത് പാല് കറന്ന് അവിടെ വയ്ക്കുന്നു, ആ സമയം മുതൽ അതിനകത്ത് പരിവർത്തനം വന്നുകൊണ്ടിരിക്കുക. അത് പുളിയായിട്ട് മാറി അത് തൈരാകുന്നു. അതുകൊണ്ട് നിൽക്കുമോ? ഈ തൈര് വീണ്ടും ചലനം നടന്നുകൊണ്ടിരിക്കുക അതിനകത്ത്. ആ തൈര് പിന്നെ അതൊക്കെ പുഴുക്കും, കൊള്ളരുതാതെയാകും. അതുകൊണ്ട് തീരുമോ? അപ്പോൾ നമ്മളിത് മണ്ണിനകത്ത് കൊണ്ടുവന്ന് അങ്ങ് കളയും. കളഞ്ഞാൽ അവസാനിക്കുന്നില്ല, അത് പിന്നെ മണ്ണോട് മണ്ണാകുന്ന ഒരു പ്രക്രിയയുണ്ട്. ആ പ്രക്രിയയിലേക്ക് പോകും. അത് വീണ്ടും വളമായി മാറുന്നു, അത് സസ്യങ്ങൾ വലിച്ചെടുക്കുന്നു, വീണ്ടും അതൊരു പഴമായോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫലമായി മാറുന്നു, വീണ്ടും നമ്മളത് കഴിക്കുന്നു. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചത്തിൽ നിരന്തരം ഓരോ കണത്തിലും ഓരോ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, പരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ പരിവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ദേവിയെ ഒരിക്കലും ബാധിക്കില്ല. ഈ പരിവർത്തനങ്ങൾക്ക് പറയുന്ന പേരാണ്, ഈ ഓരോ പ്രപഞ്ചമാസകലം വ്യാപിച്ച് ഓരോ വർക്ക് നടക്കുന്നതിന്, ഓരോ ഫങ്ഷനിങ്, ചലനം, അതിന് പറയുന്ന പേരാണ് വികാരം. സാഖ്യദർശനത്തിലാണ് ഈ വികാരം വരുന്നത്. വികാരം എന്ന് പറഞ്ഞാൽ നിശ്ചലമായിട്ട് കിടക്കുന്ന ഒരു പദാർത്ഥത്തിനകത്ത് ഒരു ചെറിയ ചേഞ്ച് വരിക. ആ ചേഞ്ചിനെല്ലാത്തിനും കൂടെ പറയുന്ന പേരാണ് വികാരം. ചൂട് വരുന്നത്, നമ്മുടെ ശരീരത്തിൽ ചൂടുള്ളത്, ശരീരത്തിനകത്ത് ഒരുപാട് പണികൾ നടക്കുന്നുണ്ടെന്ന് ആലോചിച്ച് നോക്കണം. ഓരോ സെല്ലിലും ഓരോ പണി നടന്നുകൊണ്ടിരിക്കുക. അതിനെല്ലാം നമ്മൾ പറയുന്ന പേര് വികാരമെന്നാണ്. അപ്പോൾ ദേവിയെ സംബന്ധിച്ചിടത്തോളം ഈ വികാരമൊന്നും ദേവിയെ ബാധിക്കില്ല. സൃഷ്ടിയിൽ നമ്മൾ കാണുന്ന ഒരു പരിവർത്തനവും ദേവിയെ ബാധിക്കില്ല. അതുകൊണ്ട് ദേവി നിർവികാരയാണ്. നിർവികാര, വികാരങ്ങളില്ലാത്തവൾ. നിഷ്പ്രപഞ്ച നിരാശ്രയ. നിഷ്പ്രപഞ്ച, പ്രപഞ്ചം ബാധിക്കാത്തവൾ. പ്രപഞ്ചവുമായി, പ്രപഞ്ചത്തിനകത്ത് നിറഞ്ഞു നിൽക്കുക, പക്ഷേ പ്രപഞ്ചത്തിലെ ഒരു കാര്യവും ദേവിയെ ബാധിക്കില്ല. വെള്ളപ്പൊക്കം ഉണ്ടായാലും ദേവിയെ ബാധിക്കില്ല, കൊടുങ്കാറ്റുണ്ടായാലും ബാധിക്കില്ല, ഇടിമിന്നലും ബാധിക്കില്ല, നിങ്ങളുടെ ആഗ്രഹങ്ങൾ ബാധിക്കില്ല, നിങ്ങളുടെ പ്രവൃത്തികൾ ബാധിക്കില്ല. ഇതൊന്നും ദേവിയെ ബാധിക്കില്ല. ഒരു മാലിന്യവുമില്ല. കാമങ്ങൾ ബാധിക്കില്ല, ക്രോധം ബാധിക്കില്ല, ലോഭം, മോഹം, മതം, മാത്സര്യം ഒന്നും ബാധിക്കില്ല. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നും തന്നെ ദേവിയെ ബാധിക്കില്ല. അത് നിരാബാധ, ഒന്നും ബാധിക്കാതെ ഇരിക്കുന്നവളാണ്. നിത്യമുക്ത, നിർവികാര, നിഷ്പ്രപഞ്ച, നിരാശ്രയ. നിഷ്പ്രപഞ്ച, പ്രപഞ്ചത്തിലെ ഒന്നും ദേവിയെ ബാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ദേവിയെ നമ്മൾ നിഷ്പ്രപഞ്ച എന്ന് വിളിക്കുന്നത്. അടുത്ത തിരുനാമമാണ് നിരാശ്രയ, ആശ്രയമില്ലാത്തവൾ. നമുക്ക് ഈ ദൗർബല്യം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് എന്തിനെയെങ്കിലും ആശ്രയിക്കേണ്ടി വരുന്നത്, അഭയം തേടേണ്ടി വരുന്നത്. എനിക്ക് ഒരു കാര്യം എനിക്ക് ഒറ്റയ്ക്ക് സാധിക്കാൻ വയ്യ, എനിക്കത് സാധിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ആകെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ നമ്മളെക്കാൾ ബലമുള്ള ഒരാളിനെ ആശ്രയിക്കും. അപ്പോൾ നമുക്ക് ദൗർബല്യം ഉള്ളതുകൊണ്ടാണ് നമ്മൾ ബലമുള്ള ഒരാളിനെ ആശ്രയിക്കുന്നത്. ദേവിക്ക് അങ്ങനെ ആരെയും ആശ്രയിക്കേണ്ട കാര്യം ഇല്ല, സർവശക്തയാണ്. അതുകൊണ്ടാണ് നമ്മൾ ദേവിയെ എന്ത് വിളിക്കുന്നത്? നിരാശ്രയ എന്ന്. ബാക്കി നമുക്ക് അടുത്ത എപ്പിസോഡിൽ.